ഇത് കുറ്റിക്കുരുമുളക് ചെയ്യുന്ന കൊളോബ്രിനാണ്. ഇതുമ്മലാണ് നമ്മൾ വള്ളിമേ കുറ്റിക്കുരുമുളക് ഉണ്ടാവുമല്ലോ, നമുക്കിത് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിർത്താനോ ചെടിച്ചട്ടിയിൽ വെക്കാനൊക്കെ പറ്റിയ സാധനമാണിത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടാണ് കുരുമുളകിൻ്റെ ഞെട്ടി കൊണ്ടുവന്നിട്ട് ഇതിനെ കീറിയിട്ടാണ് ഇത് ചെയ്യുക, വെക്കുക. ഇത് ഞങ്ങൾ ചേമ്പറിൽ വെക്കും. ചേമ്പറിൽ വെച്ചിട്ട് ഒരു 30 ദിവസമൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങളിത് പൊളിച്ചിട്ട് ഗ്രീൻ ഹൗസിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഇത് ഈ കവർന്ന് മാറ്റിയിട്ടാണ് വലിയ ഗ്രോ ബാഗിലേക്ക് വെക്കുക. 150 രൂപയാണ് അതിന് കൊടുക്കുന്നത് ഇവിടെ വില. ഈ കൊളോബ്രിൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ പുതിയ ഇനം കണ്ടുപിടിച്ചതാ? പുതിയ ഇനം കണ്ടുപിടിച്ചതല്ല, കുറേ ഇത് കണ്ടുപിടിച്ചിട്ട്. അപ്പോൾ ഇത് നമ്മളെ കുരുമുളകിന് രോഗപ്രതിരോധ ശേഷി കൂടുതലായി വരില്ലേ ഈ കൊളോബ്രിൻ കട്ട് ചെയ്താൽ? മനസ്സിലായില്ല. ഈ കൊളോബ്രിമിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ കൂടുതൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കൂലേ കുരുമുളകിന്? വർദ്ധിക്കും. പിന്നെ നമുക്ക് കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിമേലല്ലേ സാധാരണ ഉണ്ടാവും, അങ്ങനെ മരത്തുമലൊക്കെ കയറ്റിയല്ലേ. നമുക്ക് മരത്തുമ്മ കയറേണ്ട സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ ഇതിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ഗ്രോ ബാഗിലാക്കിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കാനും. ഈ കൊളോബ്രിന് സാധാരണ രീതിയിൽ കൊളോബ്രിമേൽ കുറ്റിക്കുരുമുളക് ബെഡ് ചെയ്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് വെള്ളം വളരെ കുറവ് മതില്ലേ? വെള്ളം കുറവ് മതി. കാരണം എന്താ? അതിന് ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ വേര് വരും, ഇവിടെ നിന്ന് കണ്ട് വേര് വരും. പിന്നെ അത് ആ വേരുള്ളത് കൊണ്ടാണ് കൂടുതലായി. മറ്റേ ഇതിന് അടിക്കുന്നല്ലേ വേരുണ്ടാവുക, ഇത് ഈ സൈഡിൽ നിന്ന് കണ്ട് ഇങ്ങനെ വേരിറങ്ങി മറിഞ്ഞു വിടാതിരിക്കും ചെയ്യും. അതിനൊരു ബലം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് പിന്നെ കൊളോബ്രിൻ എന്നാ പറഞ്ഞ ചെടിയിൽ നിന്ന് അത് വിത്ത് ശേഖരിച്ച് അത് കവറിലാക്കി നമ്മൾ പാക്ക് ചെയ്ത് അങ്ങനെ വളർന്നിട്ട് അതിന്മ ബെഡ് ചെയ്തിട്ടാണ് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ തോട്ടമാണ് ഈ കാണുന്നത്. നമ്മൾ മുണ്ടേരി ഫാമിലാണ് ഈ തോട്ടം കാണുന്നത്. കൊളോബ്രിൻ എന്ന് പറഞ്ഞ ചെടിയിന്മേൽ കുറ്റിക്കുരുമുളക് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് അതിന്മേൽ നിന്ന് വിളവുണ്ടാക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് നമ്മുടെ സേർ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങളെ പേരെന്തായിരുന്നു? സുനിത. സുനിത മാഡത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ.